എൻ്റെ എല്ലാ കൂട്ടുകാർക്കുമേ പുതിയൊരു തുടക്കമാവട്ടെ. ഇന്നത്തേത് മോസ്കിറ്റോ നെറ്റ് പഞ്ചിങ് വീഡിയോ ആണ്. ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് മുതലാളി ഇന്ന് വിൻഡോ പഞ്ചിങ് കാണിച്ചു തരികയാണ്. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യമായിട്ട് കൂട്ടിയൊരു വിൻഡോ ഇല്ലേ, അത് ഫിറ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇനി പഞ്ചിങ് പഠിക്കണം, അതാണ് ഉദ്ദേശം. റോഡിൽ വന്നൊരു പയ്യനെ അച്ചാച്ചനോട് ചോദിക്കുക, അച്ചാച്ചോ ചേച്ചിക്ക് പണി പറഞ്ഞു കൊടുത്താൽ ഭാവി അച്ചാച്ചന് അതൊരു പണിയാകുമെന്ന്. അച്ചാച്ചൻ അന്നേരം ചിരിച്ചോണ്ട് സന്തോഷത്തോടെ ഒരു ഡയലോഗ്, ഇല്ല മോനെ പേടിയില്ലടാ, ചുറ്റുവട്ടത്തെ ഇനി കടമുറിയൊന്നും വാടകയ്ക്ക് കൊടുക്കാനില്ലെന്ന്. അപ്പോൾ നമ്മൾ കട തുടങ്ങിയ സമയം മുതലേ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒന്നുണ്ട്, മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി. എത്ര വർക്ക് ഇല്ലാതിരുന്നാലുവേ, ചോറ് കുത്തി വീട്ടിൽ ഇരുന്നാലുവേ, നമ്മൾ ലോക്കൽ സാധനമായിട്ട് ഉടായ്പ പണി ചെയ്യത്തില്ല. നല്ല സാധനമായിട്ട് നല്ല രീതിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അതേപോലെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, വീഡിയോ എടുക്കാൻ വേണ്ടി ചുമ്മാ അത് കടയിൽ പോയി ചൊറിയും കുത്തി നിൽക്കുമല്ലേന്ന്. അല്ല, കഴിഞ്ഞ എൻ്റെ 2 വീഡിയോയിലേ ഞാൻ വ്യക്തമായി പറഞ്ഞാണ് എൻ്റെ അച്ചാച്ചൻ്റെ കൈ മുറിഞ്ഞതിനെക്കുറിച്ച്. അപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചെന്നുള്ളത് മാത്രം പറഞ്ഞില്ല എന്ന് ഇന്ന് അതുകൂടെ പറഞ്ഞേക്കാം. ഫെബ്രുവരി മാസം 9-ാം തീയതി രാത്രിയിലേ ഒരു കുരിശരീരത്തിലെ മെഴുകുതിരി സ്റ്റാൻഡിൽ നിന്ന് തീ ആളി കത്തുന്നുണ്ടിട്ടേ എൻ്റെ അച്ചാച്ചൻ മണ്ണ് വാരിയിട്ട് തീ എടുത്താൻ പോയതാണ്. പക്ഷെ മെഴുകുരുകി തറയിൽ കിടന്നത് കണ്ടില്ല ആളം. സ്ലിപ്പായിപ്പോയി. ആ കൈ ചെന്ന് ആ സ്റ്റാൻഡിൻ്റെ തന്നെ തകരത്തെ ചെന്ന് അടിച്ച് കൈപ്പത്തിക്ക് 14 സ്റ്റാപ്ലർ ഇട്ട്. ആ വലിയ മുറിവാണ് ശരിക്കും എന്നെ ഫാബ്രിക്കേഷൻ വീട്ടിൽ ഇറക്കിയത്. സത്യത്തിൽ ഇപ്പം ചിന്തിക്കുമ്പോൾ ഞാൻ തൊടുന്നതിന് പിടിക്കുന്നതിന് എല്ലാം അടി ഉണ്ടാക്കുമായിരുന്നു അച്ചാച്ചനോട്. ഇത് കണ്ടിട്ട് ദൈവം എനിക്ക് മനഃപൂർവ്വം തന്ന പണിയാണോ എന്നൊരു സംശയമില്ലാതില്ല. പക്ഷെ സത്യത്തിൽ ഇതിനിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ വെയിലത്ത് വീടുകളുടെ ഷെയ്ഡിലും സൈഡിലും ഒക്കെ നിന്ന് പണി ചെയ്യുന്നതിൻ്റെ റിസ്ക് മനസ്സിലാകുന്നു. ഒരു ജോലിയും എളുപ്പമാണെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. അതിനിടയിൽ ഞാൻ മോസ്കിറ്റോ വിൻഡോ പഞ്ചിങ് സ്വന്തമായിട്ട് ഏറ്റെടുത്തു കേട്ടോ. അച്ചാച്ച സിമ്പിളായിട്ട് ചെയ്ത കാര്യമാണല്ലോ. ഞാൻ മെഷീനകത്ത് ഊഞ്ഞാലാടാൻ തുടങ്ങി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എൻ്റെ കൂട്ടുകാരെ എല്ലാവരും എൻ്റെ കൂടെ കട്ടയ്ക്ക് വേണേ. എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചു തന്നെ വേണം കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തും. അതുവരേക്കും താങ്ക് യു.